അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. പിന്നെ കർക്കിടകം ഒന്നാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ ഒന്ന് കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ വിളക്ക് കത്തിച്ച് വെച്ചു കേട്ടോ. അങ്ങനെ രാവിലെ വിളക്ക് കത്തിക്കാറില്ല, നമ്മൾ വൈകുന്നേരമാണ് എന്നും നിലവിളക്ക് കൊളുത്താറ്. അപ്പോൾ എന്തായാലും കർക്കിടകമൊക്കെ ആയതുകൊണ്ട് രാവിലെ എല്ലാ ദിവസവും വിളക്ക് കത്തിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പണികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ അടുക്കളയിൽ കുറച്ച് ചായപരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് കുറച്ച് നേരം വൈകിയാണ് എന്നും എണീക്കാറ്. അപ്പോൾ ഇന്നും അത്ര നേരത്തെ ഒന്നും എണീറ്റില്ല, എന്നാലും കുറച്ച് നേരത്തെ എണീറ്റു കേട്ടോ. ബാക്കി പണികളൊക്കെ ചെയ്യാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഉച്ചത്തേക്ക് കടലക്കറി ഉണ്ടാക്കാമെന്നൊരു പ്ലാനാണ് കേട്ടോ. അപ്പോൾ കടലക്കറി ഉണ്ടാക്കാൻ വേണ്ടി നോക്കുവാണ്. പിന്നെ ഇന്നലെ മാവ് അരച്ച് വെച്ചായിരുന്നു. അപ്പോൾ രാവിലെ ദോശ ഉണ്ടാക്കണം, ദോശയ്ക്ക് ഒരു ചമ്മന്തി ഉണ്ടാക്കണം, അങ്ങനെ കുറച്ച് പണികൾ കേട്ടോ. അപ്പോൾ നമ്മളെ ഞഞ്ഞക്കുട്ടി ഉറങ്ങുകയാണ് കേട്ടോ. ഞഞ്ഞക്കുട്ടി എണീറ്റിട്ടില്ല കേട്ടോ. നല്ല മഴയാണ് കേട്ടോ, കർക്കിടകമാണല്ലോ, അപ്പോൾ നല്ല മഴയായിരിക്കുമല്ലോ. പുറത്ത് നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. എണീക്കുമ്പം തന്നെ രാവിലെ എണീക്കുന്നതിന് മുന്നേ തന്നെ നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ മഴ കാണുമ്പം തന്നെ എണീക്കാൻ മടിയാണല്ലോ. എനിക്ക് പൊതുവേ മടിയാണ് മഴ കാണുമ്പോൾ എണീക്കാൻ. എന്നാലും പിന്നെ നമ്മളിങ്ങനെ വിചാരിച്ച സ്ഥിതിക്ക് അത് ചെയ്യുന്നത് നല്ലതാണല്ലോ. അതുകൊണ്ടാണ് എണീറ്റ് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് വെച്ചത്. അങ്ങനെ ചെയ്യാറൊന്നുമില്ല, ഇപ്രാവശ്യമാണ് ചെയ്യുന്നത്. അപ്പം കണ്ടിന്യൂ ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാനിതാ കടലക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ചമ്മന്തിയും ഏകദേശം അവിടെ ആക്കി വെക്കുന്നുണ്ട്, ആക്കണം. പിന്നെ ലാസ്റ്റ് ഞാൻ ദോശ ചൂടാറുള്ളത്, നമ്മൾ ചൂടാറുന്നത് നമുക്ക് കഴിക്കാമല്ലോ ഒരു സമയത്താണ് ദോശ ചുട്ടെടുക്കുക. പിന്നെ ഏട്ടന് ലഞ്ച് ബോക്സിലേക്ക് ഒരു മുട്ടയും കൂടെ പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത്രയും കറികളൊക്കെ ഉണ്ടാക്കുന്നുള്ളൂ, അപ്പോൾ അതും കൂടി ആവശ്യത്തെ മതിയല്ലോ. പിന്നെ രാവിലെ ആണെങ്കിൽ ദോശയും ചമ്മന്തിയും, ഞഞ്ഞക്കുട്ടനാണെങ്കിൽ ദോശ ഉള്ളതുകൊണ്ട് ഞഞ്ഞക്കുട്ടനാണെങ്കിൽ ദോശ തിന്നോളൂ. ദോശ അവളെ ഫേവറേറ്റ് ആണ്. അപ്പവും ദോശ അങ്ങനത്തെയൊക്കെയാണ് അവൾക്ക് ഫേവറേറ്റ്. പുട്ടൊന്നും ഉണ്ടാക്കിയാൽ അവൾ അത്ര വലിയ തിന്നലില്ല, എന്നാലും കഴിക്കും, പക്ഷേ എന്നാലും കുറവാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാ പണികളും ഏകദേശം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ദോശ ചുടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ് കേട്ടോ. മഴ ഇപ്പോൾ ഏകദേശം കുറഞ്ഞിട്ടുണ്ട്, പക്ഷെ നന്നായിട്ട് കാറ്റടിക്കുന്നുണ്ട് കേട്ടോ പുറത്ത്. അപ്പോൾ 2-3 ഞാൻ ഏട്ടനവിടെ വന്നിരിക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് ചൂടോടെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ